നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. അഞ്ചുതെങ്ങിലെ മുതലപ്പുഴി ഹാർബറിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ബോട്ട് മറിഞ്ഞ് നിരവധി മത്സ്യത്തൊഴിലാളികൾ മരണമടയുന്ന സാഹചര്യം മൂലം ജനങ്ങളിൽ ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന ആശങ്ക ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ എം വിൻസെൻ്റ്, എൻ എ നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി. സർ, മുതലപ്പുഴി വാമനപുരം നദിയും അഞ്ചുതെങ്ങ് കായൽ എന്നിവ കടലുമായി ചേരുന്ന ഭാഗമാണ്. സർ, 2001 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 96-97 വർഷമാണ് ചെന്നൈ IIT ഇതിൻ്റെ പഠനം ആരംഭിച്ചത്. ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് നായനാരായിരുന്നു. സർ, 2001 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ A. K. ആന്റണിയായിരുന്നു. സർ, 3/6/2020 ഇത് കമ്മീഷൻ ചെയ്തത്. സർ, അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മണൽത്തിട്ടകൾ പൊഴിമുഖത്ത് രൂപം കൊള്ളുന്നതാണ്. രണ്ടാമത്തെ കാര്യം, രൂക്ഷമായ തിരമാലകൾ ആ പ്രദേശത്തുണ്ടാകുന്നതാണ് രണ്ടാമത്തെ കാര്യം. സർ, മൂന്നാമത്തെ കാര്യം, അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് മൂലം അപകടം സംഭവിക്കും. സർ, ഇതിൻ്റെ ഭാഗമായി പൊഴിയുമായി ബന്ധപ്പെട്ട് 29 മരണങ്ങളുണ്ട്. അതിൽ കൂടുതൽ മരണങ്ങൾ കടലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ പൊഴിയുമായി ബന്ധപ്പെട്ട് 29 മരണങ്ങൾ കേസിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സാർ, ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വികാരത്തോടും ഞാൻ യോജിക്കുക. മരണങ്ങൾ വളരെ ഖേദകരവും ദുഃഖകരവും അങ്ങേയറ്റം പ്രയാസകരവുമായി മാറിയിരിക്കുക. സാർ, ഈ മരണപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരെ ഗവൺമെൻറ് സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അസ്വസ്ഥരാക്കുന്നു. പല കുടുംബങ്ങളും സാർ അനാഥത്വം പേറുകയാണ്. സാർ, ഈ കാര്യത്തിൽ ഭരണപക്ഷവും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് നീങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്ന റുപാലയുമായി ഞാൻ നേരിട്ട് പോയി സംസാരിച്ചു. എൻ്റെ വകുപ്പിൻ്റെ സെക്രട്ടറി നേരിട്ട് പോയി സംസാരിച്ചു. നല്ല ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹവും നല്ല ഒരു പിന്തുണ ഈ കാര്യത്തിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നമല്ല. ഇത് പൊതുവായി കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ്റെ കാലത്താണ്. പഠനം ആരംഭിച്ചത് നായനാരുടെ കാലത്താണ്. അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇതിൻ്റെ ഭാഗമായി അവിടെ ഇപ്പോൾ 200ഓളം താങ്ങുവള്ളങ്ങളും 625ഓളം പരമ്പരാഗത വള്ളങ്ങളും ഇപ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സർ, 2021 വർഷമുണ്ടായ ടൗട്ടെ ചുഴലിക്കാറ്റ്, 22 വർഷകാലത്തെ മൺസൂൺ, അതിൻ്റെ ഭാഗമായി മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ തെക്കേ പുലിമുട്ടിൻ്റെ ഹെഡ് താഴ്ന്നു. ടെട്രാപോഡുകൾ സ്ഥാനഭ്രമം സംഭവിച്ച് പ്രധാന കവാടത്തിലും ചാനലിലും ചിതറി വീണു. സർ, ഇതിനോടൊപ്പം തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനുള്ള കല്ലുകൾ ബാർജ് വഴി കടൽമാർഗം കൊണ്ടുപോകുന്നതിന് 10/4/2018 അദാനി പോർട്സുമായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. ഇതിൻ്റെ ഭാഗമായി തെക്കേ പുലിമുട്ട് പൊളിച്ച് ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കാൻ അനുമതി നൽകി. സർ, ധാരണാപത്രപ്രകാരം ഫിഷിംഗ് ഹാർബറിൻ്റെ മൗത്തിലും ചാനലിലും 5 മീറ്ററും ഹാർബർ ബേസിനിൽ 3 മീറ്ററും ആഴം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. 2, ബ്രേക്ക് വാട്ടറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഇത് പരിഹരിക്കണം. 3, ഗൈഡ് ലൈറ്റ്, ബോയ എന്നിവ സ്ഥാപിക്കണം. ഈ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ധാരണാപത്രം ഉണ്ടാക്കി. സർ, ഇത് പ്രകാരം ചാനൽ അദാനി പോർട്സ്
ഡ്രഡ്ജിങ് നടത്തി കുറേ മുന്നോട്ട് പോയി. രണ്ടാമത്തെ പറഞ്ഞ കാര്യത്തിൽ ചിതറിക്കിടന്ന കല്ലുകളും ടെട്രാപോഡുകളും നമ്മുടെ നിർദ്ദേശപ്രകാരം 80% അവർ നീക്കം ചെയ്തു. തുടർന്ന് ആഴം നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. സോ നിരവധി മീറ്റിങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടി. സർ, ഞാൻ മന്ത്രിയായതിനു ശേഷം ബഹുമാനപ്പെട്ട MLA വി ശശി അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം എല്ലാ പാർട്ടിയും പറഞ്ഞതിനനുസരിച്ച് 20/7/2021 തന്നെ ഞാൻ സ്ഥലം സന്ദർശിച്ച് മീറ്റിംഗ് നടത്തി. 12/10/2022, 5/7/2023, 31/7/2023, 14/9/2023, 3/1/2024, 2/5/2024, 5/6/2024. സാർ, എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 20/1/2024, 2/2/2024, 1/4/2024. ഏറ്റവും അവസാനം അദാനി പോർട്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാർക്കശ്യമായി ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി ശ്രീ VN വാസവന് ഞാനും കൂടി പങ്കെടുത്ത് 2 മീറ്റിംഗ് കൂടി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട MLA മന്ത്രി കഴിഞ്ഞ ആഴ്ചയും മീറ്റിംഗ് കൂടി. ഇതിൻ്റെ ഭാഗമായി ഒരു മനുഷ്യ സഹജമായി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ ഈ സഭയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. സാറേ, ഈ ആഴം നിലനിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനം ഞങ്ങൾ കൂടി തീരുമാനിച്ചപ്പോൾ അദാനി പോർട്സിന് അവിടെ ഡ്രഡ്ജിങ്ങിനുള്ള മെഷീൻ കൊണ്ടുവരാൻ കഴിയില്ല. ഭയങ്കരമായ ഈ തിരമാലയുടെ പ്രശ്നം. അതിൻ്റെ ഭാഗമായി 3 ലോങ് ബൂം എക്സ്കവേറ്ററും 2 ഷോർട്ട് ബൂം എക്സ്കവേറ്ററും ഉപയോഗിച്ച് മണൽ ഇപ്പോൾ നിലവിൽ നീക്കം ചെയ്തു വരുന്നുണ്ട്. സാർ, മേൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ 11/6/2024 വരെ കാലാവധി നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും കാലാവധി നീട്ടുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ അത് കാലാവധി നീട്ടണോ അതോ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആ കരാറിൽ നിന്ന് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്, ധാരണാപത്രത്തിൽ മാറി നേരിട്ട് നമ്മൾ ആഴം കൂട്ടൽ പ്രക്രിയ ആരംഭിക്കണോ എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇതിൻ്റെ മറ്റൊരു ഭാഗം തുറമുഖം അപകടരഹിതമാക്കാൻ വേണ്ടി 22/8/2028 തീയതിയിൽ നമ്പർ 660/2022 പ്രകാരം പൂനെ CWPRSനെ ചുമതലപ്പെടുത്തി. ഞാനിവിടെ പറഞ്ഞല്ലോ, ഞങ്ങൾ നടത്തിയ യോഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഞാനിവിടെ വിശദീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി CWPRS ഉദ്യോഗസ്ഥന്മാർ അവിടെ വരികയും നിരവധി ദിവസം അവിടെ താമസിച്ച് സ്ഥലം സന്ദർശിക്കുകയും കടലിൽ പഠനം നടത്താൻ കഴിയാത്ത കാലാവസ്ഥാ പ്രശ്നം കൊണ്ട് കുറേ ദിവസങ്ങൾ, മാസങ്ങൾ നീണ്ടുപോയി. അതിൻ്റെ പക്ഷേ മാതൃകാപഠനം നടത്തി ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തി. സർ, 2024 ഫെബ്രുവരി മാസം റിപ്പോർട്ട് നമുക്ക് സമർപ്പിച്ചു. സർ, യുദ്ധകാലാടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 164 കോടി രൂപയുടെ പദ്ധതി നമ്മൾ തയ്യാറാക്കി. 16/2/2024 കേന്ദ്ര സർക്കാരിന് പദ്ധതി സമർപ്പിച്ചു. സാർ, സംസ്ഥാന ഗവൺമെൻറ് 40%, കേന്ദ്ര ഗവൺമെൻറ് 60%. സാർ, നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ 65.6 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തുകൊണ്ട് 60% തുകയ്ക്ക് വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ നമ്മൾ പ്രപ്പോസൽ സമർപ്പിച്ചു എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, ഞാനിപ്പോൾ അവസാനിപ്പിക്കും, ഒരു പുതിയ നിർദ്ദേശം വെച്ചു. 3/6/2024 ചേർന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് അവരുടെ യോഗത്തിൽ സർ ഇത് സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ ആക്കണമെന്ന പുതിയ നിർദ്ദേശം. അതിൻ്റെ പഠനം വീണ്ടും ഒരു പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം, അടുത്ത പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം, പഠിച്ച് സത്യം പറഞ്ഞാൽ മാനസികമായി നമ്മൾ തന്നെ പ്രയാസപ്പെടുക. അപ്പോൾ വീണ്ടും പഠിച്ചു. സാർ, ഇതിൻ്റെ ഭാഗമായി മുഴുവൻ റിപ്പോർട്ടും അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സമർപ്പിച്ചു. സാർ, ഇത് സമർപ്പിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. 425 മീറ്റർ പുലിമുട്ട് അവസാനിക്കുന്നത് 10 മീറ്റർ ഡെപ്തിലാണ്. 10 മീറ്റർ ആഴത്തിൽ നിർമ്മിക്കുന്ന പുലിമുട്ടിൻ്റെ വേവ് ഫ്രെയിം സ്റ്റഡി റിസൾട്ട് CICF ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടു. സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ ഈ ഫ്രെയിം സ്റ്റഡി നടത്തുന്നത്. ഈ പഠനം നടത്തുന്നത് നമുക്ക് പറ്റില്ല. പൂനെ CWPRS വീണ്ടും ഏൽപ്പിച്ചു. സാർ, ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ പോവുകയാണ്. ഞാൻ ഇന്നലെയുമായിട്ട് കർശനമായി പറഞ്ഞു ഒരു 20-25 ദിവസം കൊണ്ട് പോകണം. ഇന്നിപ്പോൾ എൻ്റെ സെക്രട്ടറിയെ കൊണ്ട് ഡയറക്ടറെ കൊണ്ട് വിളിപ്പിച്ചു. അവിടുത്തെ ഡയറക്ടറെ വിളിച്ചു.
ഏറ്റവും വേഗം ഈ സ്റ്റഡി റിപ്പോർട്ടിലൂടെ തരുമെന്നാണ് പറഞ്ഞത്. യെസ് സാർ, ഈ റിപ്പോർട്ട് രണ്ടാമത്തെ ഇപ്പോൾ അവസാനം ചോദിച്ച ഈ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ സാർ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കാം. പക്ഷെ സമർപ്പിച്ചപ്പോൾ തത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ ചെയ്ത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. 2 മാസത്തിനുള്ളിൽ അനുവാദം ലഭിക്കും. 1 മാസത്തിനുള്ളിൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. CWPRC പൂനെയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. 2 മാസത്തിനും ടെൻഡർ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹകരിക്കണം. പരസ്പരം വഴിയേരിയോണ്ട് ഈ പ്രശ്നം തീരില്ല. 1.5 വർഷത്തിനകം മുതലപ്പൊഴിയിലെ ഇഷ്യൂ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം സഹകരിക്കണം. അതുകൊണ്ട് എല്ലാവരുടെയും പൊതുപ്രശ്നമായതുകൊണ്ട് സഭ നിർത്തിവെച്ച് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം. അവർ അറിയാവുന്നതുകൊണ്ടാണ് ഈ കാര്യം ചോദിച്ചത്. അതുകൊണ്ട് സഹകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തോട് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ശ്രീ എം വിൻസെന്റ്. സർ, അങ്ങയുടെ ഈ വിശദീകരണം കേട്ടപ്പോൾ രോഗി മരണപ്പെട്ടെങ്കിലും താൻ നടത്തിയ സർജറിയെക്കുറിച്ച് വാചാലനാകുന്ന ഒരു ഡോക്ടറെയാണ് സാർ ഓർമ്മ വന്നത്. സാറ്, ഈ മുതലപ്പൊഴിക്ക് വളരെ വർണ്ണശബളമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു സാർ. 100 കണക്കിന് വാഹനങ്ങൾ വന്ന് മത്സ്യം എടുത്തുകൊണ്ട് പോകുന്ന വളരെ സജീവമായ ഒരു തുറമുഖമായിരുന്നു സാർ. ഇന്ന് സംസ്ഥാനത്തെ 26 തുറമുഖങ്ങൾക്കും ഇല്ലാത്ത വിധത്തിലുള്ള അപകട ചുഴിയാണ് സാർ ഇന്ന് മുതലപ്പൊഴിയിലുള്ളത്. സാറ്, ഒരിക്കലും തോരാത്ത കണ്ണീർ പൊഴിയായി ഈ മുതലപ്പൊഴി മാറിയിരിക്കുകയാണ്. സാർ, അങ്ങ് പറഞ്ഞതുപോലെ യോഗങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് സാർ. പക്ഷേ പരിഹാരം മാത്രം കാണുന്നില്ല. ഈ യോഗങ്ങളെല്ലാം നടക്കുമ്പോഴും അവിടെ മരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സാർ. സാർ, 4 ദിവസങ്ങൾക്ക് മുമ്പാണ് സാർ അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള വിക്ടർ അപകടത്തിൽ മരണപ്പെട്ടത്. 3 മക്കളോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുന്ന ആ വീടിൻ്റെ ഏക ആശ്രയമായ വിക്ടർ മരണപ്പെട്ടിരിക്കുകയാണ് സാർ. സാർ, ഇത് ഏറ്റവും അവസാനത്തെ മരണമായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. മരണങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ കണക്ക് എപ്പോഴും പിശകിപ്പോവുകയാണ് സാർ. സാർ, അത് തെറ്റായ കണക്കുകളാണ് മരണങ്ങളെക്കുറിച്ച് അങ്ങ് ഇവിടെ പറയുന്നത്. സാർ, മുതലപ്പൊഴി തങ്ങളുടെ ജീവൻ എടുക്കും എന്ന് കരുതിയിട്ടും വീണ്ടും വീണ്ടും അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നത് വീട്ടിലെ കുട്ടികളുടെ പട്ടിണി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാർ. സാറ്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എത്ര നരകപൂർണമായ ജീവിതമാണ് നമുക്കെല്ലാവർക്കും അറിയാം. സാറ്, മത്സ്യം പിടിക്കാൻ പോകുമ്പോൾ മഴ പെയ്യും. ആ മുഴുവൻ മഴയും കൊള്ളും. 1 മണിക്കൂർ പെയ്താൽ 2 മണിക്കൂർ പെയ്താൽ ആ മുഴുവൻ മഴയും കൊള്ളും. ചുട്ടു പൊള്ളുന്ന വെയിലാണെങ്കിലും ആ മുഴുവൻ വെയിലത്തും അവർ പൊള്ളി ആ യാനത്തിൽ കിടക്കും. സാർ, നമ്മുടെ വീടുകളിലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ വീട്ടുമുറ്റത്ത് കിടന്നാൽ മഴ പെയ്താൽ നമ്മൾ ഉടനെ എടുത്ത് വീട്ടിനകത്ത് വയ്ക്കും സാർ. സാർ, ചേതനയില്ലാത്ത സാധനങ്ങളോട് പോലും വളരെ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ അതിനെടുത്ത് വീട്ടിൽ വയ്ക്കുമ്പോൾ ഈ മനുഷ്യജീവനുകൾ എല്ലാ മഴയും വെയിലും കൊണ്ട് മത്സ്യം പിടിക്കുന്ന അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ സാർ? സാർ, തീർച്ചയായും സാറ്, അങ്ങ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം നേരത്തെ കണ്ടയാളാണ്. അങ്ങ് പറഞ്ഞതുപോലെ 7 സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ഈ 7 സ്റ്റഡികൾ പറഞ്ഞ കാര്യങ്ങളും അങ്ങ് വളരെ നേരത്തെ ഞങ്ങൾ 5/8/2021 ഇവിടെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ അങ്ങ് പറഞ്ഞു. അതിൻ്റെ രോഗം അങ്ങ് കൃത്യമായി കണ്ടെത്തി. അങ്ങ് പറഞ്ഞു, മൗത്തിന് വീതി കുറവാണ് ഒരു പ്രശ്നം. 2 അടിഞ്ഞുകൂടുന്നത് കൊണ്ട് അപകടം കൂടുന്നു. അതുകൊണ്ട് 15-ാം തീയതി മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കും. എന്നാൽ 2021 സെപ്റ്റംബർ 15 മുതൽ ഡ്രഡ്ജിങ്. സാർ, ഞങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിരിക്കുന്നത് അങ്ങ് സഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അങ്ങ് നൽകിയിട്ടുള്ള നിയമസഭാ ചോദ്യങ്ങളുടെ മറുപടിയും മാത്രമാണ്. ഇതിലൊരു രാഷ്ട്രീയവും ഞങ്ങൾ പറയുന്നില്ല. ഏത് ഗവൺമെൻറ് കാലത്ത് ആരംഭിച്ചെന്നോ ഏത് ഗവൺമെൻറ് കാലത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നോ അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങളിവിടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. അങ്ങ് പറഞ്ഞു 2021 സെപ്റ്റംബർ 15 മുതൽ ഡ്രഡ്ജിങ് ആരംഭിക്കും എന്നങ്ങ് പറഞ്ഞു. സാൻഡ് ബൈപ്പാസിംഗ് നടത്തുന്നതിന്
എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി 3 മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് വാങ്ങി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. യാനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കും എന്ന് അങ്ങ് പറഞ്ഞു. എന്നിട്ട് അവസാനം അങ്ങൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും കൈയടിച്ചു. ആവശ്യമായ പണം അനുവദിച്ച് മുതലപ്പുഴയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്ന് അങ്ങ് പറഞ്ഞു. എന്തെങ്കിലും കണ്ടോ സാർ? അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം ഡ്രഡ്ജിംഗ് ആണ്. സാർ, ആ ഡ്രഡ്ജിങ് 31/7/2023 ചേർന്ന യോഗത്തിൽ ഡ്രഡ്ജിങ്ങിന് വേണ്ടി പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കണം. മന്ത്രിതല യോഗമാണ്. അങ്ങും മന്ത്രി വി ശിവൻകുട്ടിയും അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജുവും ഉൾപ്പെടെയുള്ളവർ ചേർന്ന മന്ത്രിതല യോഗമാണ്. സാർ, 31/7/2023 എടുത്ത തീരുമാനം ഈ ഡ്രഡ്ജിങ് പൂർത്തീകരിക്കുന്നതിന് പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ചു. സാർ, 5 മാസം കഴിഞ്ഞ് 3/1 വീണ്ടും മന്ത്രിതല യോഗം ചേർന്നിട്ട് ഡ്രഡ്ജിങ് ത്വരിതപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. സർ, 20/1/2024 ഫിഷറീസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗം ചേർന്ന് ഡ്രഡ്ജിംഗ് ജോലികൾ പൂർത്തിയാക്കുന്നതിന് കർമ്മ പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. സർ, എന്നിട്ട് പ്രതിവാര പുരോഗതി വിലയിരുത്താനും തീരുമാനിക്കുന്നു. സർ, ഒന്നും നടക്കുന്നില്ല. സർ, ഒന്നും നടന്നില്ല. എന്നിട്ട് 1/4/2024 വീണ്ടും സെക്രട്ടറി തല ചർച്ചയിലാണ് അങ്ങ് പറഞ്ഞതുപോലെ 3 മാസം നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി യോഗങ്ങളെല്ലാം അങ്ങ് വിളിച്ചു കൂട്ടിയിട്ട് അവസാനം ഡേറ്റ് നീട്ടിക്കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത്. വീണ്ടും 2/5/2024 മന്ത്രിതല യോഗ തീരുമാനം അന്ന് പറഞ്ഞു. ഈ മെയ് മാസം 2-ാം തീയതി അങ്ങ് നൽകിയ നിയമസഭാ മറുപടിയിൽ അത് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. സർ, മെയ് 15-നകം സക്ഷൻ ഡ്രഡ്ജർ എത്തിച്ച് മുതലപ്പുഴയുടെ ഫിഷിംഗ് ഹാർബറിലെ ചാനൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കണം. തീർന്നില്ല. ഇനി സക്ഷൻ ഡ്രഡ്ജർ കിട്ടിയില്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് മഴക്കാലത്തിന് ആരംഭിക്കുന്നതിന് മുമ്പ് 5 മീറ്റർ ആഴം ചാനലിൽ ഉറപ്പാക്കണം എന്ന് തീരുമാനിച്ചു. സർ, ഏത് മഴക്കാലമാണ് സർ? ഏത് മഴക്കാലമാണ് സർ? സർ, സ്വകാര്യ ഡ്രഡ്ജർ ലഭ്യമാകുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് നൽകേണ്ടിയിരുന്നത്. സർ, ഈ മാസം 12-ാം തീയതി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും ഡ്രഡ്ജർ സൈറ്റിൽ എത്തിയിട്ടില്ല. സർ, ഇതുവരെയും ഡ്രഡ്ജർ. സർ, അതാണ് പറയുന്നത്. സർ, നിങ്ങൾ യോഗം നടത്തുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. സർ, അപകടത്തിന്റെ മുഖ്യമായ കാരണം അങ്ങ് പറഞ്ഞത് തന്നെയാണ്. അവിടെ മണലടിയുന്നതാണ്. അത് നീക്കം ചെയ്യാൻ ഉള്ള നടപടികളിലാണ് ഈ ലാപ്സ് ഉണ്ടായിരിക്കുന്നത്. അത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ സർ? സർ, ഇപ്പോൾ നടക്കുന്നത് എന്താണ് സർ? സർ, നമ്മൾ ഓടയ്ക്ക് ചാലെടുക്കാൻ വേണ്ടി വയ്ക്കുന്ന JCB വെച്ച് അവിടെ ഡ്രഡ്ജിങ് നടത്തുകയാണ്. JCBയുടെ ബക്കറ്റിന് എത്ര മണ്ണ് സാർ മാറ്റാൻ കഴിയും? സാർ, കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ് സാർ ഈ നടക്കുന്നത്. സാർ, മുതലപ്പൊഴി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് അന്ന് 2021 അങ്ങ് പറഞ്ഞല്ലോ. ഇന്നും അങ്ങ് അത് ആവർത്തിച്ചു. സർ, അവസാനം യോഗങ്ങളെല്ലാം നടത്തി ഈ കഴിഞ്ഞ 5-ാം തീയതി നടന്നിട്ടുള്ള യോഗത്തിൽ അതിന് പരിഹാരം നിർദ്ദേശിച്ചു. എന്താണ്? ഹാർബർ അടച്ചിടണമെന്നാണ് തീരുമാനം. ഇതിനൊരു സർക്കാരിന്റെ ആവശ്യമുണ്ടോ സാർ? സാർ, തെക്കേ പുലിമുട്ട് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തി മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ചിട്ട് എന്തായി? സാർ, അങ്ങ് പറഞ്ഞ സാൻഡ് ബൈപ്പാസിംഗ് എന്താണ് സാർ നടക്കാത്തത്? അതൊന്നും നടക്കുന്നില്ലല്ലോ സാർ. സോയിൽ പൈപ്പിംഗ് നടത്തും എന്ന് പറഞ്ഞ് എങ്ങുമെത്തിയില്ല. ഇപ്പോൾ ആ മുതലപ്പുഴയും ആ കടലും കായലും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല സാർ. സാർ, ഏകദേശം 600 മീറ്റർ വീതി ഉണ്ടായിരുന്ന ആ ബീച്ച് ഇപ്പോൾ പല സ്ഥലങ്ങളിലും 5 മീറ്റർ പോലും ബീച്ചിന് വീതിയില്ല. സാർ, 5 തെങ്ങ് മുതൽ മുതലപ്പുഴ വരെയുള്ള പ്രദേശത്ത് 5 തെങ്ങ് മുതൽ മുതലപ്പഴി വരെയുള്ള പ്രദേശത്ത് പല സ്ഥലങ്ങളിലും 50 മീറ്റർ പോലും വീതിയില്ല. ഏതെങ്കിലും ഒരു രാത്രി തിരയൊന്ന് ആഴ്ച വീശിയാൽ അപ്പോൾ തീരും. 300ഓളം കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. 3 നിരയായ ആയിരക്കണക്കിന് വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് സാർ ഇന്ന് ഇതുണ്ടായിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ഈ ഡ്രഡ്ജിങ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം സാർ. ഒരു ഡ്രഡ്ജർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സാർ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ വേറെ ഉണ്ടോ സാർ? സാറ്, കരാർ പ്രകാരം അദാനി ഗ്രൂപ്പ്
ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരെ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റ് ഉണ്ടാകണം സാർ. നിങ്ങളും അവരും തമ്മിലുള്ള ഒത്തുകളിയാണോ സാർ ഈ നടക്കുന്നത്? സാറ് ഈ മാസങ്ങളിൽ ഓരോ മാസവും ഓരോ മരണം നടക്കുകയാണ് സാർ. 29/4 പുതുക്കുറിച്ചി സ്വദേശിയായ ജോൺ മരണപ്പെടുന്നു. 28/5 അഞ്ചുതെങ്ങ് സ്വദേശിയായ എബ്രഹാം, 26 വിക്ടർ. സാർ ഈ 3 മാസങ്ങളിലും തുടർച്ചയായി മരണങ്ങൾ നടക്കും സാർ. ഈ മരണങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാറ്. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത യോഗങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ദുര്യോഗമായി മാറുകയാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ യോഗം വിളിച്ചു എന്നെല്ലാം പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളത് ചെയ്യുന്നത് സാർ. അതുപോലെ തന്നെ 2022 ഒരു ബോട്ടിൽ പോയ 4 പേർ മരണപ്പെട്ടു. വർക്കല വിളവ് ഭാഗം സ്വദേശിയായ ഷാനവാസ്, നിസാമുദ്ദീൻ. സാർ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ബോട്ടുടമയായ ചിലക്കൂർ സ്വദേശി കഹാർ, അദ്ദേഹം മത്സ്യബന്ധനത്തിന് പോയപ്പോൾ 2 മക്കൾ 19 വയസ്സുള്ള ഉസ്മാനും അവൻ്റെ അനുജൻ മുഹമ്മദ് മുസ്തഫയും അച്ഛനെ സഹായിക്കാൻ വേണ്ടി പോയി സാർ. തിരിച്ചു വന്നപ്പോൾ അപകടത്തിൽപ്പെട്ടു. കഷ്ടിച്ച് കഹാർ രക്ഷപ്പെട്ടു സാർ. 2 മക്കളും മുങ്ങി മരിച്ചു സാർ. രാവിലെ മത്സ്യബന്ധനത്തിന് വേണ്ടി മക്കളെയും കൂട്ടി പോയ പിതാവ് തിരിച്ച് വൈകുന്നേരം മക്കളില്ലാതെ വീട്ടിലേക്ക് മടങ്ങുന്ന ആ പിതാവിൻ്റെ സങ്കടം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറക്കേണ്ടതല്ലേ സാർ? സാർ അങ്ങ് പറഞ്ഞു ഈ മരണങ്ങൾ അസ്വസ്ഥമാക്കുന്നു സാർ. അങ്ങേ മാത്രമല്ല സാർ, നമ്മളെല്ലാവരെയും അസ്വസ്ഥമാക്കുന്നുണ്ട് സാർ. സാർ അസ്വസ്ഥതയുള്ള മനസ്സിന്റെ നടപടികളായി ഈ തുടർ നടപടികളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു പ്രതിഷേധത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ അവിടെ മരണപ്പെട്ടത് 73 പേരാണ് സാർ. ഇന്ന് മരിച്ച് ജീവിക്കുന്നത് അവരെ ആശ്രയിച്ച് കഴിയുന്ന 100 കണക്കിന് ആളുകളാണ് സാർ അവിടെ മരിച്ച് ജീവിക്കുന്നത് സാർ. അവരുടെ എല്ലാം ആശ്രയവും അത്താണിയുമാണ് സാർ. സാർ CWPRSന്റെ പഠനം സാർ അങ്ങ് പറയുന്നു ഇനിയും കേന്ദ്രം അംഗീകാരം കിട്ടാത്ത ഒരു പദ്ധതിയിലാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. ആ പദ്ധതി അംഗീകാരം കിട്ടി വന്ന് അത് ടെൻഡർ ചെയ്ത് ഇനി എത്ര വർഷമെടുക്കും സാർ അത് പൂർത്തീകരിക്കാൻ? അങ്ങ് 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു, നല്ല കാര്യം. പക്ഷേ നമ്മുടെ അനുഭവം എന്താണ് സാർ? എത്ര വർഷമെടുക്കും അത് പൂർത്തീകരിക്കാൻ? പക്ഷെ അവിടെ സർക്കാർ ചെയ്യേണ്ട കാര്യം അടിയന്തരമായി ഡ്രഡ്ജിംഗ് ജോലികൾ പൂർത്തീകരിക്കാനും പൊളിച്ചു മാറ്റിയ തുറമുഖത്തിന്റെ തെക്ക് ഭാഗം അത് വീണ്ടും അടിയന്തരമായി പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തം എത്ര ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് സാർ. CWPRSന്റെ പഠനം സാർ, കടലുമായി ബന്ധപ്പെട്ടുള്ള പഠനം തുടങ്ങുന്നത് കടൽ അറിവുള്ള മത്സ്യത്തൊഴിലാളിയിൽ നിന്നായിരിക്കണം സാർ. സാർ ഇവിടെ എല്ലാ പഠനവും പൂർത്തീകരിച്ചതിന് ശേഷം അവിടെയുള്ള ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുകയാണ് സാർ. കരട് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ചർച്ച ചെയ്തത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, കരട് റിപ്പോർട്ടും ഈ ചർച്ച ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ടും തമ്മിൽ വള്ളിപുള്ളി വ്യത്യാസമില്ല സാർ. സാർ ഇവരുടെ എല്ലാം സ്ഥിരം സ്വഭാവം അതാണ്. അവർ കണ്ടെത്തുന്ന പഠന റിപ്പോർട്ടിൽ ഒരു ചേഞ്ചും വരുത്താൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. അത് പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറഞ്ഞാലും അനുഭവമുള്ള ആളുകൾ സാർ, കടൽ അറിവുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ വിലമതിക്കണം സാർ. സാർ മുൻകാലങ്ങളിൽ ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ തന്നെ കടലിന്റെ ഒഴുക്കുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ കഴിയുമായിരുന്നു സാർ. ചേല് പറയുക എന്നാണ് സാർ പറയുന്നത്. ചേല് പറയുന്ന ചേലാളന്മാർ എല്ലാ തീരദേശങ്ങളിലും ഉണ്ടായിരുന്നു സാർ. അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിന് പകരമുള്ള ഈ പഠന റിപ്പോർട്ട് എന്തെങ്കിലും ഫലമുണ്ടോ സാർ? സാർ ഞാൻ ദീർഘമായി കടന്നു പോകുന്നു സാർ. അവര് നിരന്തരമായി സമരത്തിലാണ് സാർ. ആ സാധാരണക്കാരൻ സാർ. സാറ് അങ്ങ് കഴിഞ്ഞ അടിയന്തര പ്രമേയം അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ അങ്ങയുടെ ചുറ്റുമിരിക്കുന്ന ആളുടെ കരഘോഷത്തോടു കൂടി അങ്ങ് പറഞ്ഞു 5 വർഷം കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണുനീർ തുടച്ചു മാറ്റും എന്ന് അങ്ങ് പറഞ്ഞു സാർ. ഇന്ന് തീരദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. തീരപ്രദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകൾ തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതിൽ എന്ത് നടപടിയാണ് സാർ? ഇത്രയും സുപ്രധാനമായ ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. ഇതേ വിഷയം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട അംഗം, ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA ശ്രീ വി ശശിയും എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാം പ്ലീസ്. സാർ, ഞാൻ 2011 മുതൽ ഈ സഭയിലെ അംഗമാണ്. കഴിഞ്ഞ 18 വർഷമായി 12 വർഷമായി അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷിയാണ് സാർ. 2011 മുതലപ്പുഴി തുറമുഖം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. ആ നിർമ്മാണത്തിന് സാങ്കേതിക സഹായം നൽകിയത് IIT മദ്രാസാണ്.
IIT മദ്രാസിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടി നിർമ്മിച്ച ആ തുറമുഖത്തിൽ അത് അശാസ്ത്രീയമാണ് ആ നിർമ്മാണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ അന്ന് നടന്നിരുന്നു. അന്നും ഇതുപോലെ ധാരാളം ദാരുണ സംഭവങ്ങൾ അവിടെ നടന്നു. ഒരുപാട് പ്രയാസങ്ങൾ മത്സ്യത്തൊഴിലാളിക്ക് സൃഷ്ടിച്ചു. അതിനുശേഷം 2011 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, അന്നത്തെ ബഹുമാനപ്പെട്ട മത്സ്യ തുറമുഖം വകുപ്പ് മന്ത്രി നമ്മുടെ സഭയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ CWPRSൻ്റെ സ്റ്റഡി വീണ്ടും നടന്നു. അവരുടെ നിർദ്ദേശപ്രകാരം 31 കോടി രൂപ ചെലവഴിച്ച് അത് പുനർനിർമ്മിച്ചു. നേരത്തെ സ്ഥാപിച്ചിരുന്ന പാറ പുളിമൂട്ടുകളൊക്കെ നീക്കി ബാക്ക് വാട്ടർ, പ്രത്യേക ഡിസൈനിൽ ബാക്ക് വാട്ടർ നിർമ്മിച്ച് അതാണ് ഇന്ന് അവിടെ നിലവിലുള്ളത്. അതും ഇന്ന് അശാസ്ത്രീയമാണെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ധാരാളം മത്സ്യത്തൊഴിലാളികൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണക്ക് ഞാൻ പറയുന്നില്ല, തുറമുഖത്തിനുള്ളിലും പുറത്തുമായി 73 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. തുറമുഖത്തിനകത്തും പ്രാന്തപ്രദേശവുമായി ഈ കാലയളവിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും ഏതെങ്കിലും സാങ്കേതിക വിദഗ്ധരുടെ സഹായം, അതിൻ്റെ അടിസ്ഥാനം തയ്യാറാക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുത്ത് നടപ്പാക്കാനാണ് ശ്രമിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഉപദേശങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ പരിഗണിക്കാറുണ്ട്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമല്ല, തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചുകൂട്ടി യോഗം കൂടുകയും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിതിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഗവൺമെൻറ് ഒട്ടേറെ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്, നടപ്പാക്കി സ്വീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ അത് ബോധ്യമാണ്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള നടപടികൾ എല്ലാം അവരുടെ മുമ്പിൽ ഏറ്റവും അവസാനത്തെ കൂടി യോഗത്തിലും അവതരിപ്പിച്ചിരുന്നു. അവർ പൂർണ്ണമായും തൃപ്തരാണ്. എത്രയും പെട്ടെന്ന് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കാണുന്നത്. അതുവരെ ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അടിയന്തര ഗവൺമെന്റിനോട് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഈ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം ഒരു വൈകാരിക പ്രശ്നമായതുകൊണ്ടൊന്നും ഞാൻ ആ അർത്ഥത്തിൽ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം കാണും. ഞാൻ ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയം കാണുന്നില്ല. പിന്നെ സർജറി പഠിച്ച രൂപത്തിലുള്ള സർജറിയും ഭംഗിയായിട്ടാണ് ചെയ്തത്. കാരണം 5-ാം മാസം ഗവൺമെൻറ് വരുന്നു, 7-ാം മാസം ഒരു മന്ത്രിയുടെ പോയി യോഗം വിളിച്ചു കൂട്ടി, പ്രശ്നം പഠിച്ച കാര്യം ഞാൻ നിയമസഭ പറഞ്ഞു. മണലടിയുന്നതാണ് കാരണം, ഒഴുക്ക് വീതി കുറവാണ് കാരണം, മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ അപകടത്തിൽ പെട്ടുപോകുന്ന കാരണങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. പിന്നെന്താ മാർഗം? അപ്പുറത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ മാർഗം ഞാൻ പറയുന്നതിനപ്പുറത്ത് വേറെ മാർഗം കൊണ്ട് പറഞ്ഞതെന്ന് നമുക്ക് ചെയ്യാം. അത് പഠിക്കുക. അപ്പം തന്നെ CWPRSനെ ചുമതലപ്പെടുത്തി. താമസിച്ചപ്പോൾ ഇവിടുന്ന് ആൾ പോയി, അവിടുന്ന് അവരവിടെ കൊണ്ടുവന്നപ്പോൾ കടലിൽ ഇറങ്ങാൻ പറ്റില്ല, കാലാവസ്ഥ വ്യതിയാനം. കടൽ ശാന്തമാകണമെന്ന് മോശയുടെ വടിയെടുത്ത് അടിക്കാൻ എൻ്റെ ഇല്ലല്ലോ, ഉള്ളത് വെച്ച് ചെയ്യാനല്ലേ പറ്റൂ. ഉണ്ടായിട്ട് നമുക്ക് ആ വടിയെടുത്ത് അടിച്ചിട്ട് അങ്ങ് ശാന്തമാക്കി കൊടുക്കുക. 6 മാസം പഠനം നടന്നിട്ട് ചുറ്റും അല്ല പറയട്ടെ, കടൽ ശാന്തമായത് പിന്നെ 6 മാസം കഴിഞ്ഞാണ്. കാലാവസ്ഥ പ്രശ്നം ഇതിനിടയ്ക്ക് നമുക്കെല്ലാവരും അറിയാം, ഒരുപാട് ദുരന്തങ്ങളുടെ കാലമാണല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ. ഈ സന്ദർഭത്തിൽ അവർ വന്ന് അവരെ കൊണ്ട് നിർബന്ധമായും അത് പഠിച്ച് പൂനെയിൽ പോയി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു പ്രത്യേകമായ സംവിധാനം പൂനെയിൽ തന്നെ അവർ ഒരുക്കി അത് പഠിച്ച് റിപ്പോർട്ടാക്കി നമ്മുടെ ശേഷം വന്നു. സാർ, ഞാൻ പറയുന്നത് വളരെ വേഗം, എനിക്ക് 10, 20, 25 ദിവസത്തിനുള്ളിൽ
ആ ഡേറ്റ ഞാനോട് വിശദീകരിച്ചു. നമ്മൾ ഗവൺമെൻറ് സമർപ്പിച്ചു. അപ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് ഇതൊരു ഹരിത ഹാർബർ ആക്കണമെന്ന് പറഞ്ഞുള്ള നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം നമ്മൾ തയ്യാറാക്കിയപ്പോൾ സബ്മിറ്റ് ചെയ്തു. അതിനൊരു 10-15 ദിവസം എടുത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു പഠനം കൂടെ പറഞ്ഞു. അപ്പോൾ CWPRC വീണ്ടും ഏൽപ്പിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹകരിക്കാതെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറയുന്ന കാര്യം കൂടെ പരിഹരിച്ച് ഒരു 30 ദിവസത്തിനകം ഇതിപ്പോൾ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ആശങ്ക വേണ്ട. 2021 5-ാം മാസം ഗവൺമെൻറ് 7-ാം മാസം മുതൽ നമ്മൾ തുടങ്ങിയ ഈ പ്രവർത്തനം ഒരു 15 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ സമയത്തുള്ളിൽ നമ്മൾ ചെയ്തു എന്നുള്ള വസ്തുത ദയവായിട്ടൊന്ന് അംഗീകരിക്കാതെ, എന്തെല്ലാം വിമർശനം ഞാൻ കേൾക്കാൻ തയ്യാറാണ്, പക്ഷേ വിമർശനത്തിന് കേൾക്കുന്നതിന് ഒരു ഭയമുള്ള ആളല്ല. പക്ഷേ നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല, നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് പറഞ്ഞല്ലോ, യോഗങ്ങൾ നടന്നതാണ് കുഴപ്പമായി. ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ഈ മുതലപ്പൊഴിയിൽ, ബഹുമാനപ്പെട്ട MLA ഉണ്ടല്ലോ, ഈ പറയുന്ന മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള സ്ഥലത്ത്, വിഴിഞ്ഞം മുതൽ മുതലപ്പൊഴി വരെയുള്ള സ്ഥലത്ത് എവിടെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി പറയട്ടെ ഈ ഗവൺമെൻറ് ഇന്ന കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് പറയട്ടെ. അങ്ങ് പറഞ്ഞല്ലോ തീരദേശമായിട്ട് ഇതൊന്നും സംഭവിച്ചില്ല. തീരദേശത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു പ്രക്ഷോഭം പോലും നടത്താതെ അവരെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് സമയമില്ല അത് വിശദീകരിക്കാൻ. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചതിനോട് ഒന്നും വിശദീകരിക്കായിരുന്നു, അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അനുവാദം കിട്ടിയാൽ പണി തുടങ്ങുക. പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു എന്താ സംഭവം, ഇത് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. സർ, ഇത് അടച്ചുപൂട്ടാനല്ല തീരുമാനിച്ചത്. ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന ഈ മൺസൂൺ സമയം 2 മാസം, ഈ 2 മാസം അത് അടച്ചിടണമെന്ന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയി കണ്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഈ വർഷം വരെ പറഞ്ഞേ, ആദ്യ വർഷം പറഞ്ഞു. ഞാൻ അവരുടെ യോഗം വിളിച്ചു കൂട്ടി, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, സഭാപ്രതിനിധികൾ എല്ലാവരും വിളിച്ചു കൂട്ടി. ഒരു കാരണവശാലും പറ്റില്ല, പറ്റാത്തിടത്ത് പിന്നെ അടച്ചിടാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം തീരുമാനം പറഞ്ഞപ്പോൾ പറ്റില്ല. ഈ വർഷം നമ്മൾ തീരുമാനമെടുത്ത് അടച്ചിടണം 2 മാസം. അപകടങ്ങൾ ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട അംഗം വിൻസെൻ്റ് പറഞ്ഞത് ശരിയാണ്. 73 ആൾ മരിച്ചിട്ടുണ്ട്, പൊടിയിൽ 29 പേര് മരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ അപകടം ഉണ്ടാകുന്നതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ പരിഹാരം മൺസൂൺ സീസണിൽ ഒന്ന് അടച്ചിടുക. അപ്പോൾ ഒരു നിർദ്ദേശം വന്നു, കാലാവസ്ഥാ വ്യതിയാനം പരിശോധിച്ച് പഠിച്ച് ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായി അറിയാവുന്നവരുടെ ഒരു ടീമിനെ വെക്കണം. ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത് എന്താ, അത് അംഗീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാൻ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, കൺവീനർ, പഞ്ചായത്ത് മെമ്പർ, ജെറാൾഡ് CI2, ബിജു ജോസഫ് AITUC, സജീവ് പെരുമാതുറ STU, ഔസേഫ് ആന്റണി കോൺഗ്രസ്, വല്ലരിയാൻ ഐസക്ക് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ, ഫാദർ ന്യൂസിയാൻ, ഫാദർ ജോൺ ബോസ്കോ, ഫാദർ മനോജ്, പെരുമാതുറ ജമായത്ത് പ്രതിനിധി, താഴമ്പള്ളി ലാസർ, സുലൈമാൻ. നിങ്ങൾ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ നോളജിനോട് സംസാരിച്ചത്. പ്രാക്ടിക്കൽ നോളജുള്ള 15 പേരുടെ കമ്മിറ്റി അവിടെ പരിശോധിച്ച് ഏത് ദിവസമാണ് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാകുന്നത്, വ്യതിയാനം ഉണ്ടാകുന്നത്, ആ ദിവസം ആ സമയത്ത് ഇറങ്ങരുത്. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഭരണമുണ്ടായത്. അവിടെ ഒരു കമ്മിറ്റി എല്ലാ ദിവസവും 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒന്ന് ചെയ്തെന്ന് പറയാമോ? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറ. സാർ, 24 മണിക്കൂറും പ്രവർത്തിക്കാൻ 3 യാനങ്ങൾ തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട്. 3 ഷിഫ്റ്റ് ചുമ്മാര് വിൻസെൻ്റെ 3 ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ 30 സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ 24 hours പ്രവർത്തിക്കുന്നുണ്ട്. സാർ, അത് മാത്രമല്ല ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് പറഞ്ഞു. റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാ സംവിധാനവും ചെയ്തു. ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിൽ പോകുന്നില്ല. എല്ലാവിധമായ റെമഡിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, അതിനകത്ത് വീണ കല്ല്, ടെട്രാപോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടാണ് അദാനി 80% മാറ്റിയത്. അദാനിയുമായി ധാരണാപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ. അദാനിയുമായി തുറമുഖത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ധാരണാപത്രം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതിൻ്റെ പുളിമുട്ടിൻ്റെ ഒരു ഭാഗം പൊളിച്ചത്. ആ പൊളിച്ചതിന് ശേഷം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനഃസ്ഥാപിക്കാൻ്റെ ഉത്തരവാദിത്തം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തൻ്റെ ഈ ഗവൺമെൻറ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദാനിയുടെ ഒന്നും ചെലവിൽ കഴിയുന്നില്ല ഞങ്ങളാരും, അത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ പറയട്ടെ, മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ധനസഹായം
ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പോൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ധനസഹായം ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ചില ആളുകൾ മത്സ്യഫെഡിൻ്റെ ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളായിട്ടില്ല, അപ്പോൾ അവർക്ക് ആ പണം കിട്ടത്തില്ല. സാർ, 25/5/2016 മുതൽ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട 13 മത്സ്യത്തൊഴിലാളികളുടെ അനന്തരാവകാശികൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ധനസഹായം നൽകി കഴിയും. ഇൻഷുറൻസ് പരിരക്ഷയുള്ള യാനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ മുഖാന്തരം നൽകുകയും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്ക് CMDRF മുഖാന്തരം പരമാവധി ധനസഹായവും നൽകി വരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഈ പെടുന്ന രൂപത്തിലുള്ളവർക്കെല്ലാം അതിനാവശ്യമായ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായി 2021 ഡിസംബർ മാസം 28 ഒരു യോഗം അദാലത്ത് ഞാൻ ബഹുമാനപ്പെട്ട ആന്റണി രാജു മന്ത്രിയായിരുന്നു ട്രിവാൻഡ്രത്ത് നടത്തി. സാർ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, 167 പണം കിട്ടാത്ത ഇൻഷുറൻസ് കേസാണ് തീർപ്പാക്കിയത്. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തത് നിങ്ങൾ പറയാൻ പറ്റും? 2004 മുതൽ നിങ്ങളും ഭരിച്ചിട്ടുണ്ടല്ലോ, 2004 മുതൽ 201 ആളുകൾ മരണപ്പെട്ടവർക്ക് പണം കൊടുക്കാതിരുന്ന കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ നടപ്പാക്കിയ അദാലത്തിൽ കോഴിക്കോടും തിരുവനന്തപുരമായി 167 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. സാർ, അതുവഴി 15,82,67,500 രൂപ ഈ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന കാര്യം നമ്മൾ ഓർത്തോണം. സാർ, മുതലപ്പുഴയെ സംബന്ധിച്ച് ഞാൻ അധികം പറയുന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വിൻസെന്റ് പറഞ്ഞതിനോടൊന്നും ഞാൻ വിയോജിക്കുന്നില്ല. അടിയന്തരമായി ഡ്രഡ്ജ് നടത്തണം, അടിയന്തരമായി 124 കോടിയുടെ പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ പറഞ്ഞ പൊളിച്ച പുളിമുട്ട് നിർമ്മിക്കണം. അത് ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും. സാർ, ഗ്രോയിൻ നിർമ്മാണം അവിടെ ഏറ്റവും പ്രധാനമായി ഇതോടൊപ്പം തന്നെ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് കിബി വഴി ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിച്ചു, അതിന്റെ പണം അനുവദിച്ചു. മത്സ്യത്തൊഴിലാളി മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖത്തിന്റെ വടക്ക് ഭാഗത്തുള്ള താഴമ്പള്ളി തീരത്തിന്റെയും കഠിനംകുളം കായലിന്റെയും തീരസംരക്ഷണ പ്രവൃത്തിക്കായി ഇതിന്റെ ഭാഗമായി കിബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി. സാർ, 26.51 കോടിയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അതിനുവേണ്ടി 2.7 കിലോമീറ്റർ തീരം സംരക്ഷിക്കുന്നതിനായി 10 ഗ്രോയിനുകളുടെ നിർമ്മാണം നമുക്കിപ്പോൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അത് ആ ഗ്രോയിനുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള ശക്തമായ കടലേറ്റം അല്ലെങ്കിൽ തിരമാലകളുടെ പ്രയാസം അത് പരിഹരിച്ചുകൊണ്ട് സമയബന്ധിതമായി അതും ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പൊഴിയിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് 124 കോടിയുടെ പ്രോജക്റ്റ് കൂടെ ചെയ്താൽ പൂർണ്ണമായും ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, നിർമ്മാണത്തിലെ അപാകതയുടെ ഉത്തരവാദിത്വം ആരാണ് സാർ ഏറ്റെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണല്ലോ സാർ തുടങ്ങിയത്. നിർമ്മാണത്തിന് അപാകത എന്തുകൊണ്ട് പഠിച്ചില്ല? എൻ്റെ പ്രിയ സഹോദരൻ K. ബാബു മിനിസ്റ്റർ ആയിരുന്നല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, അന്നൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയല്ലോ. CWPRSനെ വിട്ട് നിങ്ങൾ പഠിച്ചല്ലോ, എന്തുകൊണ്ടാണ് പ്രശ്നം തീർക്കാഞ്ഞ്? സാർ, നമ്മുടെ അറിവുകൾ നമുക്കുള്ള സാങ്കേതികമായ വൈവിധ്യം ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട ആളുകളുമായി ചേർത്താണ് നമ്മൾ ഇതിൻ്റെ തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നിട്ടുള്ള CWPRSന്റെ റിപ്പോർട്ട് അവിടുത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ഇരുന്ന് ചർച്ച ചെയ്തു, അവരുടെ നിർദ്ദേശം കൂടി കേട്ടിട്ടാണ് അന്തിമമായ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, അപകടങ്ങളിൽപ്പെട്ടവരെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ കഹാറിൻ്റെ മക്കളെ പറ്റി പറഞ്ഞു. അവിടെ 5/9/2022 കഹാറിൻ്റെ മക്കളായ ശ്രീ ഉസ്മാൻ, ശ്രീ മുസ്തഫ എന്നിവരെ മരണപ്പെട്ടു. സാർ, അവരെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിരുന്നില്ല. വിൻസെന്റിന്റെ വികാരത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ CMDRFിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം അടിയന്തര സഹായമായി അവർക്ക് കൊടുത്തു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന കാര്യം പറയുകയാണ്. അവരെ കൈവിട്ടില്ല. ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ 20 ലക്ഷം രൂപ കിട്ടിയില്ല. ഇൻഷുറൻസിൽ അങ്ങനെ അംഗമായില്ല. സാർ, അതുകൂടാതെ 10/7/2023 മരണപ്പെട്ട 4 പേരിൽ 3 പേർക്ക് ഓരോ ലക്ഷം രൂപ വീതം CMDRFിൽ നിന്ന് ഇപ്പോൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ക്ഷേമനിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ബന്ധപ്പെട്ടവർക്ക് നൽകാൻ ഇൻഷുറൻസിൽ അംഗങ്ങളായവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഭൂരിപക്ഷം കൊടുത്തു കഴിഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് 20/6/2024 മരണപ്പെട്ട വിക്ടറിന്റെ കുടുംബത്തിന് സാർ 10 ലക്ഷം രൂപ, അതിൽ ഇൻഷുറൻസ് അംഗമാണ്, ഏറ്റവും വേഗം ആ പണം കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് പുനർഗേഹം പദ്ധതി പ്രകാരം ഒരു വീട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി
സാർ, ആ കുടുംബത്തെ മത്സ്യബോർഡിൽ നിന്നുള്ള മറ്റ് സഹായങ്ങളും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ട് കുടുംബങ്ങൾ അനാഥമാകാതിരിക്കാൻ ഒരു ഗവൺമെന്റിനും മനുഷ്യനും ചെയ്യാവുന്ന സകല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുതലപ്പൊടിയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി അത് നടപ്പാക്കാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് പഠനം നടത്തി റിപ്പോർട്ടാക്കി മത്സ്യത്തൊഴിലാളികളോട് സംസാരിച്ച് അവിടെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് അന്തിമമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിച്ച് തത്വത്തിൽ അംഗീകാരം മേടിച്ചു എന്നതാണ് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുന്നത്. തുടർന്ന് മുതലപ്പൊഴി അപകടരഹിതമാകാൻ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികൾ ഇനിയും ചർച്ച ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ എല്ലാം പൊതുവായ പ്രശ്നമായതുകൊണ്ട് നമുക്കൊരുമിച്ച് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലേക്ക് ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ പോസിറ്റീവായ നിലപാടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറയുന്നു, വിൻസെന്റ്, നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് നിയമസഭയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡ്രഡ്ജിങ്ങിനെ പറ്റി അവിടെ അദാനി ഗ്രൂപ്പ് ഡ്രഡ്ജിങ് നടത്തി. ഏറ്റവും അവസാനം ഞങ്ങൾ മീറ്റിംഗ് കൂടി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഡ്രഡ്ജർ ചെല്ലാൻ കഴിയില്ല, അത്രമാത്രം രൂക്ഷമായ തിരമാലയാണ്. അതിനു പകരമാണ് ഈ ലോങ് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്പം ഈ മണ്ണ് മാറ്റുന്നത്. അവിടെ പറയുന്നു ഉടനെ JCBയുടെ ചെറിയൊരു കമ്പ് കൊണ്ടാണ് വാരുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യം. അങ്ങനൊന്നും പറയുന്നത്. അവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷം അവിടെ സന്ദർശിക്കുക. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ആഴം കൂട്ടൽ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ സംരക്ഷണവും ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ മനുഷ്യസഹജമായ കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് CWPRS നിർദ്ദേശിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ 1.5 വർഷത്തിനകം വാക്ക് ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുന്നു. നാളെ പിന്നെ വീണ്ടും വിൻസെന്റ് ചോദിക്കും, അന്ന് പറഞ്ഞു 1.5 വർഷത്തിനകം നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് മുതലപ്പൊഴിയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്ന കാര്യം സഭയ്ക്ക് ഉറപ്പ് വന്നുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ സഹകരിക്കണമെന്ന് വിനീപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, കാറ്റെടുത്തും കടലെടുത്തും പോയ ജീവിതങ്ങളെക്കുറിച്ചും അവരുടെ സങ്കടങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഈ നിയമസഭ ചർച്ച ചെയ്യുന്നത്. സർ, പ്രകൃതിയുമായി ഇഴുകിച്ചേരാത്ത മനുഷ്യനിർമ്മിതികൾ നമ്മുടെ ഭൂപ്രകൃതിക്കും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും സർവനാശം വരുത്തുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, കഴിഞ്ഞ ഒരു 8-9 വർഷം കൊണ്ട് 120 അപകടങ്ങളാണ് അവിടെ ഉണ്ടായത്. 73 മരണങ്ങളാണ് ഉണ്ടായത്. സർ, 700-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റി. സർ, നിരവധി വീടുകൾ കടലെടുത്തു, 100 കണക്കിന് വീടുകൾ കടലെടുത്തു. സർ, ഈ വള്ളവും വലയും, ലക്ഷക്കണക്കിന് രൂപയുടെ വള്ളവും വലയും നഷ്ടപ്പെട്ടു. വള്ളവും വലയും അവർ മേടിക്കുന്ന അങ്ങനെ കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. നിരന്തരമായ മരണമാണ്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ 4 പേരെ നഷ്ടപ്പെട്ടതാണ്. സാർ, ആ കുട്ടിയുടെ വാക്കുകൾ നമ്മുടെ ചങ്ക് തുളച്ച് കയറും. ഭരണകൂടത്തോടാണ് ചോദിക്കുന്നത്. ഞാനത് ഗവൺമെൻറ്റിന് മാത്രമല്ല, നമ്മൾ കൂടി ഉണ്ടെന്ന് തോന്നും അതിൻ്റെ അകത്ത് അവരുടെ ചോദ്യം കേട്ടാൽ. നിസ്സംഗരായി, നിസ്സഹായരായി നിങ്ങൾ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണോ എന്നാണ് അവരുടെ ചോദ്യം. ഞങ്ങളെ എത്ര പ്രാവശ്യം നിങ്ങളെല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചു, എത്ര പ്രാവശ്യം നിങ്ങൾ എന്തെല്ലാം ഉറപ്പുകൾ ഞങ്ങൾക്ക് നൽകി, എന്തെല്ലാം വാക്കുകൾ ഞങ്ങൾക്ക് നൽകി. എന്നിട്ടും ഞങ്ങൾ ഈ അപകടമുണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് വീണ്ടും ഞങ്ങൾ കടലിൽ പോകുന്നു? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പന് കടലെടുത്ത് കൊണ്ടുപോയി. 10ാമത്തെ ദിവസം ഏക മകൻ കടലിൽ പോകാൻ തയ്യാറെടുക്കുകയാണ്. എന്താ കാര്യം? ഇല്ലെങ്കിൽ വീട് പട്ടിണിയാവും. സർ, തീരപ്രദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമൃദ്ധിയൊന്നും അല്ല എന്ന് അങ്ങേക്കറിയാം. ഇത്രമാത്രം തീരപ്രദേശം പല കാരണങ്ങൾ കൊണ്ട്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മത്സ്യ ലഭ്യത ഇല്ലാത്തത് കൊണ്ടും അതുപോലെ നിരന്തരമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ. സർ, പോകരുതെന്ന്, കടലിൽ പോകരുതെന്ന് പറയുകയാണ്. നിരന്തരമായ മുന്നറിയിപ്പാണ്. കടലിൽ പോയില്ലെങ്കിൽ വീട് പട്ടിണിയാണ്. സർ, നിരന്തരമായ ഒരു വർഷം എത്ര മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്? അത്രയും മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കൊടുക്കണ്ടേ? അതിനൊരു ആശ്വാസം വേണ്ടേ?
എത്ര ദിവസം ജോലി ചെയ്യേണ്ട എന്ന് നമ്മൾ ഉത്തരവ് കൊടുക്കുകയാണ്, സർക്കാർ അറിയിപ്പ് കൊടുക്കുകയാണ്. അപകടമാണ് സർക്കാർ അറിയിപ്പ്, കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ച് കൊടുക്കണം. പക്ഷേ അവർക്ക് ജീവിക്കണ്ടേ സാർ? മണ്ണെണ്ണയുടെ വില എത്രയാ? 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുള്ളപ്പോഴാണ് 25 രൂപ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. സാർ ഇപ്പോൾ 120 തൊട്ട് 140 വരെയാണ് മാർക്കറ്റിൽ മണ്ണെണ്ണയുടെ വില. സബ്സിഡി എത്രയാ? 40 രൂപ ഉണ്ടായിരുന്ന പഴയ 25 രൂപയാണ്. സാർ വട്ടി പലിശയ്ക്ക് പണം മേടിച്ചിട്ടാണ് ഇവരങ്ങ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസമാണ് മത്സ്യലഭ്യതയുള്ളത് സാർ. അതിനുവേണ്ടി പോകുന്നത് 3 മാസക്കാലത്തേക്കാണ്. ബാക്കിയുള്ള 9 മാസക്കാലം ഈ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ജീവിക്കുന്ന പാവങ്ങളാണ്. ഈ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് സാർ അവർ കടലിൽ പോകുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. സാർ, നമ്മളിപ്പോൾ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വന്നു, നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു വിഷയമാണ് സാർ. ആ വിഷയം തീർക്കാൻ ഗവൺമെൻറ് നടപടി എടുക്കണ്ടേ? അങ്ങ് പറഞ്ഞതുപോലെ മോശയുടെ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല. ഏത് കടൽ വഴിമാറി പോകാൻ പറയുന്ന മോശയുടെ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുമില്ല. പക്ഷേ സാർ, ഭരണാധികാരികളോട് ബൈബിള് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറയാം. സോളമൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എല്ലാ ഭരണാധികാരികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാർത്ഥന. ദൈവത്തോട് പറയുന്നത്, നീ എനിക്ക് നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാൻ, നന്നായി നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം തരണം എന്നാണ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അറിവും ജ്ഞാനവും വഴിയും നീ എനിക്ക് കാണിച്ചു തരണമെന്നാണ് പ്രാർത്ഥന. സാർ, ആ പ്രാർത്ഥന മനസ്സിലുണ്ടെങ്കിൽ ഈ വിഷയത്തിന് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും. അതല്ലേ വേണ്ടത്? ഇവരുടെ സങ്കടങ്ങൾ, അവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ ഉള്ള ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ സാർ 2023-24 ബജറ്റിൽ 50 ലക്ഷം രൂപ മുതലപ്പൊഴി മാസ്റ്റർ പ്ലാനിനായി കൊടുത്തിട്ടുണ്ട്. 1 രൂപ ചെലവാക്കിയ സാർ. തീരദേശ പരിപാലന പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഇവിടെ മന്ത്രിതല മീറ്റിംഗ്, അങ്ങ് ഒരുപാട് മീറ്റിംഗ് നടത്തി, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. മീറ്റിംഗ് നടത്തിയാരെങ്ങനെ പറയണത് സാർ? 1 വർഷം മുമ്പ് 31/7/23 3 മന്ത്രിമാർ, പേര് പറയാനില്ല, 3 മന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ യൂണിയനുകൾ എല്ലാവരും ചേർന്ന് നടത്തിയ മീറ്റിങ്ങിൽ കൊടുത്ത ഉറപ്പുണ്ട്. ഇതൊക്കെ CWPRSൻ്റെ പദ്ധതിയൊന്നും വരണ്ട. 1, പുലിമുട്ടിലെ കല്ലും മണ്ണും നീക്കാൻ നടപടി സ്വീകരിക്കും. അടിഞ്ഞുകൂടിയ മണ്ണ് ഡ്രഡ്ജ് ചെയ്യാൻ സ്ഥിരം സംവിധാനം ഒരുക്കും എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. നടത്തിയിട്ടില്ലല്ലോ. മണ്ണ് അവിടെ ഉണ്ടല്ലോ. ശരിക്ക് 6 മീറ്ററാണ് ആഴം വേണ്ടത്, അവിടെ 2 മീറ്റർ ആഴമുള്ളതാണ് അപകടം നടക്കുന്നത്. മൺതിട്ടയിൽ ബോട്ടിടിച്ചാൽ ബോട്ട് മറിയുന്നത്. സാർ, അദാനിയുടെ ഇത് തുടങ്ങിയതിന് ശേഷം വീണ്ടും അതിൻ്റെ ആഴം കുറഞ്ഞു. അതുകൊണ്ടാണ് 2018 നിങ്ങൾ അദാനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഈ ഡ്രഡ്ജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അവർക്കാണ്. 6 മീറ്റർ ആഴം വേണ്ട ഈ ഹാർബറിൽ ആഴം 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ പുലിമുട്ടിലെ കല്ലും മണ്ണും നീക്കാൻ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ആ നടപടി മുന്നോട്ട് പോകുന്നില്ല. 2, മുങ്ങൽ വിദഗ്ധരുടെ സേവനം അടിയന്തരമായി ലഭ്യമാക്കും എന്ന് പറഞ്ഞു. നടപ്പാക്കിയിട്ടില്ല. 24 മണിക്കൂറിനകം ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. സാർ, അത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ മരിച്ച വിക്ടറിനെ കൊണ്ടുപോകാൻ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല. കരയിലെത്തിക്കുമ്പോൾ വിക്ടറിന് ജീവൻ ഉണ്ടായിരുന്നു. സാർ, അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിക്ടറിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വേറെ വാഹനത്തിലാണ് കൊണ്ടുപോയത്. സാർ, റെസ്ക്യൂ ബോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ബോട്ടിന് പകരം 3 ബോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ബോട്ടും ഇല്ല, ഒരു റെസ്ക്യൂ ബോട്ടും ഇല്ല. റെസ്ക്യൂ ബോട്ട് ആദ്യം വന്നു, അപ്പോൾ അതിന് ഡ്രൈവ് ചെയ്യാനുള്ള ആളുകൾക്ക് പരിചയമില്ല, പരിശീലനം കിട്ടാത്ത ആളാണെന്ന് പറഞ്ഞു. രണ്ടാമത് നേരത്തെ പറഞ്ഞപ്പോൾ ഡീസൽ ഇല്ലയെന്ന് പറഞ്ഞു. ഇതാണ് റെസ്ക്യൂ ബോട്ടിൻ്റെ സ്ഥിതി. സാർ, CWPRS പഠനം നടത്തി ഡിസംബറിൽ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞത് അതിൻ്റെ കരട് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു, പ്രാചീനമായ അറിവുകൾ വെച്ച്. ഇൻഡിജിനസ് നോളജ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. സാർ, ഇപ്പോൾ IIT പഠനം, ചെന്നൈ IIT പഠനം നടത്തിയിട്ടാണല്ലോ ഹാർബർ പണിത്. എന്നിട്ടാണല്ലോ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാകുന്നത്. ഈ ഏജൻസികളൊക്കെ നല്ലതാണ്,
പക്ഷെ കടലറിവെന്ന് പറയുന്ന ഈ പ്രാചീനമായ അറിവ് പ്രധാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാർ. 2018 വെള്ളപ്പൊക്കത്തിൽ എൻ്റെ പറവൂർ വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു നാളെ ഇതങ്ങ് മാറും വെള്ളമെന്ന്. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ വന്ന മത്സ്യത്തൊഴിലാളികൾ എന്നോട് പറഞ്ഞു സാറേ ഇപ്പോൾ പോവില്ല, 4ാമത്തെ ദിവസം വെള്ളം ഇറങ്ങുള്ളൂ. ഞാൻ ചോദിച്ചു എന്താണ് സാർ? കടലപ്പോഴേ വെള്ളം പിടിക്കുള്ളൂ, കടലപ്പോഴേ വെള്ളം ഏറ്റെടുക്കുള്ളൂ, 4ാമത്തെ ദിവസം നോക്കിയാൽ മതി, ബാക്കി രക്ഷപ്പെടുത്താനുള്ള പണി സാർ നോക്കണമെന്ന് പറഞ്ഞു. സാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതായിരുന്നില്ല ശരി. ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ 4ാമത്തെ ദിവസം വെള്ളം ഇറങ്ങിയുള്ളൂ, 4ാമത്തെ ദിവസം. ആ അറിവാണ് അവർ പറയുന്നത്. കടലിനെ സംബന്ധിച്ച്, കടലിലെ തിരമാലകളെ സംബന്ധിച്ച് ഈ സാൻഡ് ബൈപ്പാസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മണ്ണ് പോകുന്നത്, അടുത്ത സീസണിൽ ആ സ്ഥലത്ത് നിന്ന് മണ്ണ് തിരികെ വരുന്നത്, ഇതൊരു പ്രോസസ്സാണ്, നാച്ചുറൽ പ്രോസസ്സാണ് സാർ. ഈ ഹാർബർ നിർമ്മാണം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഈ സാൻഡ് ബൈപ്പാസ് നടക്കുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന മണ്ണ് അടുത്ത സീസണിൽ തിരിച്ചു വരുന്നില്ല സാർ. അപ്പോൾ ആ അറിവ് നമ്മളവിടെ പ്രയോജനപ്പെടുത്തിയില്ല എന്നാൽ 22 ലൈഫ് ഗാർഡുകളെ നിയമിക്കും, ആവശ്യത്തിന് സുരക്ഷാ സംവിധാനം ഒരുക്കും എന്ന് പറഞ്ഞത് ഒന്നും പാലിച്ചിട്ടില്ല. ദീർഘകാലത്തേക്കുള്ള സാർ പദ്ധതിയാണ് ഇപ്പോൾ പറഞ്ഞത് സാർ. ശരിക്ക് 125 മീറ്റർ വീതി വേണ്ട സ്ഥലത്ത് 60 മീറ്റർ വീതിയുള്ളൂ, 6 മീറ്റർ ആഴം വേണ്ട സ്ഥലത്ത് 2 മീറ്റർ മാത്രമാണ് ആഴമുള്ളത് സാർ. ഇവിടെ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അങ്ങ് പറഞ്ഞു, അദാനിയുടെ ആളുകളൊന്നുമല്ല നമ്മളാരും എന്നൊക്കെ പറഞ്ഞു സാർ. ഇവിടെ എന്താ, അവരുമായിട്ട് നമ്മൾ എഗ്രിമെൻ്റ് വെച്ചു, ധാരണാപത്രമാണ് 2018 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. എന്താ പറഞ്ഞത്? നാവിഗേഷൻ ചാനൽ ഡ്രഡ്ജ് ചെയ്യാൻ അതിൻ്റെ ആഴം ഈ പറയുന്ന 5 മീറ്റർ 6 മീറ്ററിൽ നിലനിർത്താൻ അദാനി പോർട്ടിനെ ചുമതലപ്പെടുത്തി. എന്നാൽ അദാനി കമ്പനി ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. നിലവിൽ കടലിനടിയിൽ പാറകളടക്കം വീണ് കിടപ്പുണ്ട്. അതുകൂടി നീക്കം ചെയ്താൽ മാത്രമേ ആഴം കൂട്ടാൻ പറ്റുള്ളൂ. പാറ വീണ് കിടക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ട്രൈഫോഡുകൾ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 മീറ്റിംഗ് നിങ്ങൾ നടത്തി. 3/1/2024 20/1 1/4 മീറ്റിംഗ് നടത്തി. ഫിഷറീസ് സെക്രട്ടറിയേറ്റത്തിൽ മീറ്റിംഗ് കൂടി, ശരിയാണ്. അവിടെയെല്ലാം നിങ്ങളുടെ അസസ്മെൻ്റ് എന്തായിരുന്നു? അവർ ഫെയിൽ ചെയ്തു എന്നാണ്. ഡ്രഡ്ജ് ചെയ്യണ കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഫെയിൽ ചെയ്തു, അദാനി പോർട്ട് ഫെയിൽ ചെയ്തു, അവരത് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ ഫൈൻഡിങ്. 3 മീറ്റിംഗ് കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫൈൻഡിങ് നടത്തിയിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തത്? അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം തീർക്കണ്ടേ? നിങ്ങൾ ഒന്നുകിൽ അവരോട് പറയണം, സമയം കൊടുത്തിട്ട് അവരോട് പറയണം നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം, ഇല്ലെങ്കിൽ സർക്കാർ ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം, എന്നിട്ട് അതിൻ്റെ ചെലവ് അവർക്ക് അയച്ചു കൊടുക്കണം. എഗ്രിമെൻ്റ് വയലേറ്റ് ചെയ്ത് അദാനി ഗ്രൂപ്പ് അദാനി പോർട്സ് ചെയ്തപ്പോൾ ഒന്നുകിൽ അവർ ചെയ്യണം, അല്ലെങ്കിൽ സർക്കാർ ചെയ്ത് അവരിൽ നിന്ന് ആ പണം ഈടാക്കണം. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ, ഒരു നടപടിയും അദാനി ഗ്രൂപ്പിനെതിരായി അദാനി പോർട്ടിനെതിരായി ചെയ്യാതെ നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ആരുടെ കൂടെയാണ്? ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണോ നിങ്ങൾ? മരിച്ചു വീഴുന്നവരുടെ കൂടെയാണോ? ആ സങ്കടങ്ങളുടെ കൂടെയാണോ നിങ്ങൾ? അതാണ് എൻ്റെ ചോദ്യം. എക്സ്റ്റൻഷൻ കൊടുത്തതിനെ പറ്റി അങ്ങ് തെറ്റിദ്ധരിച്ച് പറയരുത്. അതായത് ഈ കാലാവസ്ഥ പ്രയാസം കൊണ്ട് അവിടെ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പം ഡ്രഡ്ജർ വരാത്തതിൻ്റെ കാരണം അവിടെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ലോങ് ബൂ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റൽ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒപ്പം അവിടെ റെസ്ക്യൂ ഫോഴ്സ് 24 hours പ്രവർത്തിക്കുന്നുണ്ട്, 30 പേര്. ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങ് ഒരു കാര്യം ചെയ്യുക, നേരിട്ടൊന്ന് പരിശോധിക്കുക. കാരണം ഞാൻ അങ്ങേക്കാൾ കൂടുതൽ പ്രാവശ്യം മുതലപ്പുഴി കടപ്പുറത്ത് പോയിട്ടുള്ള ആളാണ്. അവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളാണ്, നിരന്തരമായി അവരുമായി സംസാരിക്കുന്ന ഒരാളാണ്. സാർ, ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴാണ് ഡ്രഡ്ജർ കൊണ്ടുപോകാൻ പറ്റാതായത്? ഈ മൺസൂൺ വന്നപ്പോൾ, തിരമാലകൾ വർദ്ധിച്ച സമയത്ത്, തിരയേറ്റം, കടലാക്രമണം കൂടുതലുള്ള സമയത്ത്, അപ്പോഴല്ലല്ലോ ഡ്രഡ്ജ് ചെയ്യേണ്ടത്. ഡ്രഡ്ജ് ചെയ്യേണ്ടതിന് സമയമില്ലേ? നിങ്ങൾ 1-ാം മാസമാണ് 2024 3/1 20/1 നിങ്ങൾ ആദ്യത്തെ 2 മീറ്റിംഗ് കൂടിയത്. അപ്പം ജനുവരി മാസത്തിൽ ഒരു കുഴപ്പമില്ല. അവിടെ ജനുവരി മാസത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഡ്രഡ്ജ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പറയാൻ വേണമെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. എന്നിട്ടും നിങ്ങൾ അവരുടെ കൂടെ നിന്ന് അവർ പറയുന്നത് കേട്ടു, നിങ്ങൾ വിലയിരുത്തി, ഉദ്യോഗസ്ഥരെ വിലയിരുത്തി, നടത്തിയിട്ടില്ല എന്ന്. സാർ, അത് നടത്താത്തതാണ് ഈ അപകടത്തിനും മരണത്തിനും കാരണം. ദീർഘകാലമായ പദ്ധതി നടപ്പിലാക്കാൻ ഒരുപക്ഷെ സമയമെടുക്കും. പക്ഷേ ഹ്രസ്വകാലത്തേക്ക് നടപടികൾ അങ്ങ് വാക്കുകൊടുത്ത സർക്കാർ അവർക്ക് കൊടുത്ത
വാക്കുകൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ യാതൊരു വിധത്തിലും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഒരു നടപടിയും സ്വീകരിക്കാതെ, ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു സൗകര്യമില്ലാതെ അവരെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ വിധിക്ക് വിട്ടുകൊടുക്കുക. ഒരു കുടുംബത്തിൽ എത്ര പേര് മരിച്ചാലും, ഞാൻ ചോദിക്കട്ടെ, ഒരു ഗ്രാമത്തിലാണ് 73 പേര് മരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ അല്ലേ? ആ ഗ്രാമം ഇല്ലാതാകാൻ പോവുകയാണ്. തീരശോഷണം നടന്ന് അത് ഈ ബാക്ക് വാട്ടറുമായിട്ട് സന്ധിക്കാൻ പോവാണ് ആ ഗ്രാമം. കടലും കായലും തമ്മിൽ ഉള്ള ദൂരം ചുരുങ്ങി വരികയാണ്. കണ്ട ഭയമാവും, അതിൽ കൂടി പോയാൽ കണ്ട ഭയമാവും. ആ പാവം മനുഷ്യർ അവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഓർത്ത് നമുക്ക് കിടന്നാൽ ഉറക്കം വരാത്ത സങ്കടം നമുക്കുണ്ടാവും. പക്ഷെ ഒരു നടപടിയും സ്വീകരിക്കുക. വലിയ ടൂറിസം ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഒരുപാട് പേർക്ക് ഉപജീവന മാർഗം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ ടൂറിസത്തിന് വേണ്ടിയിട്ട് മുതലപ്പൊഴി ടൂറിസം പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമാണ് അദാനിക്ക് ഈ കല്ലിറക്കാൻ വേണ്ടി കൊടുത്തത്. ഞാൻ അതിലൊന്നും തെറ്റു പറയില്ല, കല്ലിറക്കാൻ വേണ്ടി കൊടുത്തത്. എന്നിട്ട് വേറൊരു ടൂറിസം പ്രോജക്റ്റ് അവിടെ ഉണ്ടാകും, അവർക്ക് വേറെ ഉപജീവന മാർഗം ഉണ്ടാകും എന്ന് പറഞ്ഞു. ഒരു ടൂറിസം പ്രോജക്റ്റും അവിടെ തുടങ്ങിയില്ല. മുതലപ്പൊഴി ടൂറിസം പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ച ടൂറിസം പ്രോജക്റ്റ് അവിടെ തുടങ്ങിയില്ല. സാർ, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു നിവൃത്തിയില്ലാത്ത ഈ കഷ്ടപ്പാടും ദുരിതവുമാണ്. എന്നിട്ടും കടലിൽ പോവുകയാണ്. ഏറ്റവും കുടുംബനാഥന്മാർ, പ്രധാനപ്പെട്ട ആളുകൾ, ചെറുപ്പക്കാർ എല്ലാവരും കടലിൽ പോവുകയാണ്. മരണം ഏത് സമയത്തും വന്ന് മാടി വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും വീട്ടിൽ തീ പുകയ്ക്കാൻ, അടുപ്പിലെ തീ പുകയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ പാവങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ, അവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കാൻ, സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സാർ എന്തിനാണ് ഗവൺമെൻറ്, എന്തിനാണ് സംവിധാനം? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് സങ്കടമുണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ, അവരെ ചേർത്ത് നിർത്താനാണ് ഒരു ഗവൺമെൻറ്. അങ്ങനെ ഒരു ഗവൺമെൻറ് അല്ല നിങ്ങളുടെ ഗവൺമെൻറ് സാർ. അതിൽ നിങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നിങ്ങൾ നൽകുന്നത് ഈ ഉറപ്പുകൾ മാത്രമാണ്. ഈ ഉറപ്പുകൾ വീണ്ടും മരണത്തിൻ്റെ എണ്ണം, മരണസംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ, അപകടസംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ ശാശ്വതമായ പരിഹാരമോ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരമോ നിർദ്ദേശിക്കുന്നില്ല സാർ. സർക്കാരിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മറുപടിയിൽ തന്നെ നിരന്തര പഠനം പഠിച്ച് നമ്മളും അന്തപ്പെട്ടിരിക്കുകയാണ് എന്ന് ആണ് പറയുന്നത്. സർ, ഇവിടുത്തെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് മണ്ണ് മാറ്റൽ തന്നെയാണ്. അത് സമയത്തിന് നടക്കുന്നില്ല എന്നുള്ളതാണ്. സർ, ഇന്നത്തെ ഇവിടുത്തെ അടിയന്തര പ്രമേയ അവതരണവും അതിൻ്റെ മറുപടിയും കേട്ടാൽ തന്നെ അറിയാം, കാര്യക്ഷമമായ പ്രവർത്തനമില്ലാത്തതുകൊണ്ടാണ്. സമയത്തിന് ഡ്രഡ്ജിങ് നടത്തുകയും മണ്ണ് മാറ്റുകയും ചെയ്താൽ സർ അവിടെ അപകടം ഉണ്ടാവില്ല. അത് ചെയ്യാത്തതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിരന്തര പഠനങ്ങളും അതുപോലെ തന്നെ യോഗങ്ങളും ഒക്കെ നടത്തുകയും നമ്മുടെ ചർച്ചയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ മുതലപ്പൊഴി, മരണപ്പൊഴി, പിന്നെയും മരണങ്ങൾ, അതിന് ഒരു ശാശ്വത പരിഹാരവുമില്ല. അത് ഈ സഭ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ, ചിന്തിക്കേണ്ട വിഷയമാണ് സർ. കാര്യക്ഷമതയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് സമയത്തിന് ഇതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പരിഹാരങ്ങൾ, ബാക്കിയെല്ലാം പറയുന്നതൊക്കെ അപകടം ഉണ്ടായിരുന്ന ആംബുലൻസ് വേണം, അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധർ, അതൊക്കെ മരണത്തിന് ശേഷവും വരുന്ന കാര്യങ്ങളാണ്. മണ്ണ് മാറ്റിയാൽ മതി. മണ്ണ് മാറ്റൽ സമയത്തിന് നടക്കാത്തത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സർ, ഈ വിഷയം ഇങ്ങനെ എഴിഞ്ഞ് നീങ്ങിയാൽ പോരാ, അതാണ് പ്രശ്നം. അതിൽ സർക്കാർ സ്വല്പം കൂടി ഗൗരവം കാണിക്കുകയും ജനുവരിയൊക്കെ പറഞ്ഞതുപോലെ വലിയ മഴക്കാലം വരുന്നതിന് മുമ്പ് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റി ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു നടപടി എടുക്കുകയും വേണം സർ. അത് സഭ ചർച്ച ചെയ്ത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഈ നിസ്സംഗ ഭാവത്തിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടി നോക്കണം. സാർ, ഇവിടെ മുതലപ്പൊഴിയിൽ ഇതിനോടകം തന്നെ 79 പേര് മരണമടഞ്ഞതായി ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ അറിയിക്കുകയുണ്ടായി. സാർ, ഈ അപകട മരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ഇത്തരത്തിൽ മരണം ഉണ്ടാകുന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന നിർഭാഗ്യകരമായ സാഹചര്യമായി, വേദനാജനകമായ സാഹചര്യമായി നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷം ഈ ഉപക്ഷേപം സഭയിൽ കൊണ്ടുവന്നത്. സാർ, ഗവൺമെൻറ് സ്വീകരിക്കേണ്ട അടിയന്തരമായ നടപടികൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് രണ്ടും ഒരുപോലെ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ ഉന്നയിച്ചുകൊണ്ട് എം വിൻസെൻറ്റും പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, ഗവൺമെൻറ് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 വർഷം പിന്നിടുകയാണ്.
ഇപ്പോഴും കാര്യമായ നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു കുറേയേറെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു, കുറേയേറെ നടപടികളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു തൃപ്തികരമായ നടപ്പാക്കൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. സാർ, ഇവിടെ മഴക്കാലത്ത് ഡ്രഡ്ജിങ് നടത്താൻ പറ്റാത്തതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പറയുകയുണ്ടായി. സാർ, ഇന്ന് മോഡേൺ ടെക്നോളജിയിൽ എന്തുമാത്രം ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് നമുക്കുള്ളത്. മഴക്കാലത്ത് കടലിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ടെക്നോളജി ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഈ കാലത്ത് കേരളം പോലുള്ള സാക്ഷര സംസ്ഥാനം നമ്മളിപ്പോഴും പറയുകയാണ് മഴക്കാലത്തൊന്നും പറ്റില്ല. ഇത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ, ഈ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനിയും ആളുകൾ മരിക്കാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മോഡേൺ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഗവൺമെന്റ് കാര്യക്ഷമതയോടെ ഈ വിഷയത്തിൽ ഇടപെടണം. അതിന് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വോക്കൗട്ടിൽ പങ്കെടുക്കും. സാർ, ഈ വിഷയം 2021 അടിയന്തര പ്രമേയമായി ഈ സഭയിൽ അവതരിപ്പിച്ചത് വീണ്ടും 2024 അവതരിപ്പിക്കുമ്പോൾ അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നത്. മുതലപ്പുഴയിൽ അനവധി വിലപ്പെട്ട ജീവനുകൾ ഇല്ലാതെയായി പോകുന്നു. ഇപ്പോൾ 73ഓളം മരണങ്ങൾ കഴിഞ്ഞ 10 വർഷ കാലയളവിനുള്ളിൽ അവിടെ ഉണ്ടായ 700-ൽ പരം അപകടങ്ങൾ, അനവധി പേരുടെ ആരോഗ്യപരമായ അപകടകരമായ അവസ്ഥയിൽ ഇപ്പോഴും ജീവശവങ്ങളായി മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് അതിനകത്ത് ഇടപെടലുകൾ നടത്തുന്നു എന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുവാനുള്ളത്. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന അനവധി വിഷയങ്ങൾ, വിദഗ്ധ സമിതി അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള അനവധി ആവശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് മാറ്റുന്നതിന് സ്ഥിര സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ്. സാർ, അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഗവൺമെൻറ് ഇടപെടലുകൾ ഫലപ്രദമാവുന്നില്ല എന്നുള്ളതും ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും വാക്കൗട്ട് ചെയ്യുകയാണ്. സർ, ജീവൻ പണയം വെച്ചാണ് മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് സാർ അവിടെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം. ഇത് നമ്മൾ അടിയന്തര പ്രമേയമായും സബ്മിഷനായും ഒക്കെ അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു എന്നതല്ലാതെ അതിലപ്പുറത്തേക്ക് നടപടികളിലേക്ക് നീങ്ങുന്നില്ല സാർ. ഇത്തരം പ്രഹസനങ്ങൾ ഇങ്ങനെ നടത്തിയതുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത് സാർ? അവിടെ ശാശ്വതമായ പരിഹാരം, സമയബന്ധിതമായ പരിഹാരം കാണാൻ അടിയന്തരമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. 73 ജീവനുകൾ ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടാത്ത രൂപത്തിലേക്കുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ പ്രധാനപ്പെട്ട വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.